അസ്സലാമു ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ക്രീം ചീസ് വെച്ചിട്ടുള്ള ഒരു കുനാഫയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുനാഫ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുനാഫ റെസിപ്പിയാണ് കേട്ടത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് കുനാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ മൊസറല്ല ചീസൊക്കെ വെച്ചിട്ടുള്ളൊരു കുനാഫ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, വേണ്ടവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതാണ് 4 കപ്പ് കേട്ടോ. എന്നിട്ട് 4 കപ്പ് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പതുക്കെ കറക്കിയെടുത്താലും മതി. കട്ട് ചെയ്തിട്ട് മിക്സിയിലെടുത്ത് പതുക്കെ കറക്കിയെടുത്താലും മതി. നമുക്കിതിലേക്ക് 100 ഗ്രാം ബട്ടർ, അപ്പോൾ ബട്ടർ നല്ല പോലെ ചേർക്കണം, എന്നാലും നല്ല പോലെ ക്രിസ്പി ആവുള്ളൂ. അത് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ നന്നായിട്ട് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ 4 കപ്പിന് 100 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ലേശം കുറച്ച് തന്നെ ബാക്കി വയ്ക്കുന്നുള്ളൂ കേട്ടോ. അത് ഞാനൊന്ന് ബേക്കിംഗ് ട്രേയിലൊന്ന് പരട്ടിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പരട്ടിയിലും കുഴപ്പമൊന്നുമില്ല, എന്ന് വെച്ചാൽ ഇതിൽ നല്ല പോലെ ബട്ടർ ഉണ്ടാവും. അപ്പോൾ ആ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടുപോരും. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ലേശം മാറ്റി വയ്ക്കുന്നുണ്ട്, 1 സ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായി ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ബട്ടർ എല്ലായിടത്തും എത്തണം. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ കുറച്ചിങ്ങനെ അവിടെ ഇവിടെയും കട്ട പിടിച്ച പോലെ ഇങ്ങനെ ആ ഒരു ബട്ടർ ഒരു ഭാഗത്തായിട്ടിരിക്കും. അപ്പോൾ നല്ല പോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ വിടർത്തിയിട്ട് ബട്ടർ എല്ലായിടത്തും ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ചൊന്ന് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാനൊരു കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബട്ടർ തന്നെ എല്ലാ ഭാഗത്തൊന്നും പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാണാനൊരു ഭംഗിക്കും, പിന്നെ നമ്മൾ ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ അത് ഓരോ പീസായിട്ട് എടുത്ത് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഓവനിലാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ട്രയൽ ചെയ്യുന്നതും. നമ്മളിപ്പോൾ അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് പാനാണ് നമ്മൾക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു പാനിൽ നമുക്ക് ബട്ടർ ഇതുപോലെ തടവിയിട്ട് ഇതുപോലെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഈ ക്രീം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, പാനിൽ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ വശമൊന്ന് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ ചെയ്തെടുത്താലും മതി. ഓവനില്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഈ കുനാഫ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ എല്ലാ ഭാഗത്തും അത് നമുക്ക് ആ ഒരു ക്രീം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റും ഒന്ന് വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ട്രേ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ 4 കപ്പ് കുനാഫ ഡോ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് ഇതുപോലത്തെ ഒരു 7 കപ്പ് കേക്കിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ ക്രീമും ഞാൻ ഒരു 7 എണ്ണത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എല്ലാത്തിലും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ക്രീം ചീസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ 3/4 കപ്പിന് പാലിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്താൽ മതിയാവും. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൽ അടിയിലൊന്നും തങ്ങി നിൽക്കാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് മിക്സ് ആക്കുന്നതിന് മുന്നേ ഗ്യാസ് ഓൺ ചെയ്താൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് നല്ല തിക്കായി വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ തിക്കായി വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എടുത്തിട്ട് ക്രീം ചീസ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ കോൺഫ്ലവറും പാലും ഈ ഒരു ക്രീം ചീസും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഈ ക്രീം ചീസിൻ്റെ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പും ചേർക്കുന്നില്ല, പിന്നെ നമ്മൾ മധുരവും ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ മീത് സിറപ്പ് ഒഴിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ മധുരം ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ക്രീമിൻ്റെ ഇതിനും മധുരമാവും, മുകളിൽ ഒഴിക്കുന്നതിനും മധുരമാകുമ്പോൾ ആ ഒരു എനിക്ക് അത്രക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായി ക്രീം ഒന്ന് മെൽറ്റ് ആവുന്ന വരെ 5 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ക്രീം ചീസിൻ്റെ ആ ഒരു ക്യൂബ്സ് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റാക്കി എടുക്കാൻ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇതുപോലെ നല്ല തിക്ക് ക്രീമാക്കി എടുക്കുക. ക്രീമാക്കി എടുത്തത് ആ ക്രീം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറയാം, ഇത് ഒരു 6 എണ്ണം ഉണ്ട്. പിന്നെ ഒരെണ്ണത്തിനും കൂടിയുള്ള ഡോവും ക്രീമും നമുക്ക് ഉണ്ടാവും കേട്ടോ, ഈ ഒരളവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ പാനിലാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരൊറ്റ പാത്രത്തിലാക്കിയാൽ മതി. ഞാനിതൊരു കാണാനുള്ള ഭംഗിക്ക് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ പാത്രത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുനാഫ, ആ ബട്ടർ തേച്ച കുനാഫല്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായി പ്രസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് അടന്ന് പോരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചുറ്റും അതൊന്ന് ഫുൾ കവറാവുന്ന രീതി വെച്ചിട്ട് ഒന്ന് നന്നായി കൈ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്ത്, അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗ്യാസിൻ്റെ ഓവനാണ്, കുക്കിംഗ് റേഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് ഗ്യാസിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ ചൂട് ഒരു 10 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. 180 ഡിഗ്രി തന്നെ ഒരു 10 മിനിറ്റ് ചൂടാക്കുന്നുണ്ട്. ഇത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി തന്നെ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ മുകൾ ഭാഗത്തും നന്നായി മുരിഞ്ഞ് കിട്ടും. അടിയിൽ ആദ്യം മുരിഞ്ഞെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി മുകൾ ഭാഗത്ത് ചൂട് കൊടുക്കുക. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്തും നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടും, ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. ഇതുപോലെ ഞങ്ങൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെച്ചതിന് ശേഷം നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. നമ്മൾ എത്ര സിറപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് അത്ര തന്നെ വെള്ളവും ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളവും ആ സെയിം അളവിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. നന്നായി മെൽറ്റായിട്ട് നന്നായി തിക്കാവണം കേട്ടോ. കയ്യിലിങ്ങനെ ചെറുതായിട്ട് ഒട്ടുന്ന രീതിയിൽ വേണം ഇത് തിക്കാക്കി എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ സിറപ്പ് ഒന്ന് പതുക്കെ തിക്കായി വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. കുനാഫയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് പതുക്കെ ഇതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ, ഓരോ പാത്രത്തിലും ഓരോരുത്തർക്കും ഓരോ പീസായിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ വെറുതെ ഒരു ഭംഗി കാണാനോ ഫോട്ടോയിലുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഒന്നായിട്ട് തന്നെ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ക്രീം ചീസാണ്, പിന്നെ സിറപ്പും ചൂടാക്കിയിട്ട് തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളിത് സിറപ്പ് ഒഴിച്ച് വെക്കണ്ട, സെർവ് ചെയ്യാൻ നേരത്ത് ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് കുതിർന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ കൊടുക്കുന്നത് ആ സമയത്ത് സിറപ്പൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കുനാഫ റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്